സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ വിവാദം. പദ്ധതിയുടെ നടത്തിപ്പിന് പുതിയ സാമ്പത്തിക വ്യവസ്ഥ ഏർപ്പെടുത്തിയതാണ് വിവാദത്തിനിടയാക്കിയിരിക്കുന്നത്. സർക്കാർ പുറത്തിറക്കിയ പുതിയ നിർദ്ദേശപ്രകാരം SPC പദ്ധതി പുതുതായി അനുവദിക്കപ്പെടുന്ന സ്കൂളുകൾ 5 ലക്ഷം രൂപ കെട്ടിവയ്ക്കുകയും അത് സംബന്ധിച്ച് പ്രത്യേക സത്യവാങ്മൂലം സമർപ്പിക്കുകയും വേണം. നിലവിൽ SPC യൂണിറ്റുകളുള്ള സ്കൂളുകളെ ഇത് ബാധിക്കില്ലെങ്കിലും ഭാവിയിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുമ്പോൾ ഈ നിബന്ധന ബാധകമാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 500 പുതിയ സ്കൂളുകളിലേക്ക് SPC പദ്ധതി വ്യാപിക്കാനായിരുന്നു ലക്ഷ്യം. ഇതിനായി അപേക്ഷ ക്ഷണിച്ച ശേഷം 5 ലക്ഷം രൂപ കെട്ടിവയ്ക്കാൻ തയ്യാറാണെന്ന സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടതോടെ സാമ്പത്തിക പരിമിതികൾ കാരണം സർക്കാർ സ്കൂളുകളിൽ പലതും പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യമാണുള്ളത്. ഇതോടെ സാമ്പത്തിക ശേഷിയുള്ള എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കാണ് പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുകയെന്ന വിമർശനവും ഉയരുന്നു. യൂണിഫോം, ലഘുഭക്ഷണം, ക്യാമ്പുകൾ, ഓഫീസ് ചെലവുകൾ, അധ്യാപകർക്കും പരിശീലകർക്കുമുള്ള പ്രതിഫലം, പരിശീലന ശില്പശാലകൾ എന്നിവ ഉൾപ്പെടെയുള്ള മുഴുവൻ ചെലവും അതത് സ്കൂളുകൾ തന്നെ വഹിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. SPC പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി A+ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തെ വിവിധ യൂണിഫോം സർവീസുകളിലേക്കുള്ള നിയമനങ്ങളിൽ 5 ഗ്രേസ് മാർക്ക് ലഭിക്കും. നിലവിൽ സംസ്ഥാനത്തെ 1048 സ്കൂളുകളിലാണ് SPC പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് വർദ്ധിപ്പിച്ച് 1558 സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതുവഴി ഏകദേശം 25 കോടി രൂപ സമാഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. TCV കൊടുങ്ങല്ലൂർ.